Q Developers ഉപ്പും മുളകും. എനിക്ക് സൈക്കിൾ ഒന്ന് ചവിട്ടാൻ തരുമോ? എനിക്ക് സൈക്കിൾ ശരിക്കും ചവിട്ടാറിയില്ല. ഞാൻ എന്റെ ചേട്ടനെ വിളിക്കട്ടെ. കേശു, എടാ കേശു, എന്താടി? എടാ ഒന്ന് വരുമോ? ദേ ഇവിടെ ഒരു കുട്ടി എനിക്ക് സൈക്കിൾ ചവിട്ടാൻ തരാന്ന് പറഞ്ഞു. ഒന്ന് സഹായിക്കുക. വേഗം വാടാ. എന്ത്? എനിക്ക് സൈക്കിൾ ഒന്ന് ചവിട്ടാനായിട്ട് സഹായിക്കുമോ? സഹായിക്കല്ലോ. പിടിക്കണേ? പിടിക്കാം. പുറകെ പിടിക്കടാ, മുന്നിൽ പിടിച്ച് ഞാനെങ്ങനെ ഓടിക്കാനാ? സൂക്ഷിച്ചു പിടിക്കേ. പതുക്കെ പോ. ഇത് നമ്മുടെ സൈക്കിൾ അല്ലത്. ദൈവമേ, ഇനി നീ ഇറങ്ങി, ഞാൻ ചവിട്ടാടി. കുറച്ചേരം കൂടി ഞാൻ ചവിട്ടാട്ടാ. എടി വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചവിട്ടാൻ പറ്റില്ല. ഇറങ്ങ്. ഞാൻ പിടിക്കണാ? വേണ്ട, എനിക്ക് കൂളായിട്ട് ചവിട്ടിപ്പോ അറിയാം. സൂക്ഷിക്കണേട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്കും കൂളായിട്ട് ചവിട്ടിപ്പോ എനിക്ക് അറിയാം. പക്ഷെ നീ പിടിക്കണോണ്ടാ. ഓ അങ്ങനെ. ഞാൻ റൗണ്ട് അടിച്ചിട്ട് വരാം. വീടരുത്. എനിക്ക് വീണാലും എനിക്കൊന്നും പറ്റൂല. ഞാൻ ചാടി എസ്കേപ്പ് ആവും. നിനക്ക് എന്തെങ്കിലും പറ്റുന്ന കാര്യമല്ല. സൈക്കിളിൽ എന്തെങ്കിലും പറ്റുന്ന നന്നാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ. ഞാൻ പോട്ടാ. ഓ ചെല്ലേ, വേഗം വരണം. ഓ രാജേന്ദ്രൻ ഇന്ന് പോവല്ലേ? അപ്പം നിങ്ങളെപ്പോഴും ഇങ്ങോട്ട് വരണേ? വരണില്ലേ? എന്ത് അവിടെ തന്നെ നിൽക്കാൻ പോകണമെന്നോ? ഓ എന്നാൽ പിന്നെ നിന്നോ. തോന്നുകയാണെങ്കിൽ വരാമെന്നാ. അങ്ങനെ തോന്നുകയാണെങ്കിൽ വരണ്ട. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഡ്രസ്സും ടൂൾസും എല്ലാം അങ്ങോട്ട് പാഴ്സൽ ചെയ്തേക്കാം. ഓ ശരി എന്നാ വെച്ചേക്ക്. എന്താ അച്ഛൻ ഇങ്ങോട്ട് വരണില്ല, തോന്നുകയാണെങ്കിൽ വരാമെന്ന്. അങ്ങനെ തോന്നുകയാണെങ്കിൽ വരണ്ട. എൻ്റെ അമ്മ അത് അച്ഛൻ കോമഡി പറഞ്ഞായിരിക്കും. അമ്മ സീരിയസ് ആയിട്ട് എടുക്കണേ? കോമഡി ആരല്ലെങ്കിൽ പേടിപ്പിക്കുന്നേ? അങ്ങനെ താന്നു കൊടുക്കാനൊന്നും പറ്റിയൊന്നുമില്ല. വേണമെങ്കിൽ വരട്ടെ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് ഇതേപോലെ പിള്ളേരെ പോലെ അടിയായിരുന്നു? കല്യാണത്തിന് മുമ്പ് അടിയെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഇടയ്ക്ക് ചുമ്മാ വലിയ ജാടയൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ പറയും വേണ്ട കാണണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് പോകും. അപ്പോൾ കരച്ചിലായി വീഴ്ചയിലായി പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ. ആര്? അച്ഛനാ? ചോദിക്കൊന്നും വേണ്ടട്ടെ ഇനി വരുമ്പോ. ഇത് ഞാൻ ചോദിക്കൊന്നുമില്ല. അമ്മ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? നീ പറഞ്ഞ കാര്യോ? എന്ത് കാര്യം പറഞ്ഞു? ഞാൻ രാത്രി പറഞ്ഞില്ലേ? രാത്രി എന്ത് കാര്യം പറഞ്ഞു നീ? അമ്മ പാട്ടടിക്കാൻ പോണ കാര്യം. എന്റെ ലച്ചു, എനിക്ക് സമയമില്ല ഇനിയിപ്പോ പാട്ട് പഠിക്കാൻ പോകാനൊന്നും. അയ്യോ, അമ്മ പാട്ട് പഠിക്കാൻ അമ്മ പാട്ട് പഠിക്കാൻ പോണ കാര്യമല്ല, ഞാൻ പാട്ട് പഠിക്കാൻ പോണ കാര്യം. പിന്നെ ഇപ്പൊ അതല്ലേ വലിയ കാര്യം. പോയിരുന്ന് പഠിക്കോച്ചേ. ഞാൻ പഠിക്കണൊക്കെ ഉണ്ട്. പഠിക്കണുണ്ട്. എല്ലാരും കൂടെ തല്ലി പഠിപ്പിക്കുമ്പോ. പിന്നെ തല്ലി പഠിപ്പിക്കണ്. പോയി പഠിക്കില്ലച്ചു. ആ പിള്ളേരെ കണ്ടുപിടിക്ക്. മര്യാദക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയാൽ നിങ്ങൾ എപ്പോഴും പഠിത്തമാണ്. അമ്മ എന്തിനാ അമ്മ? ഒന്ന് വിടമ്മേ. ലച്ചു, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഞാൻ എപ്പോഴും പറയിപ്പിക്കല്ലേട്ടാ. കഷ്ടം ഇത്. പാട്ടുകാരി. ഞാൻ ചുമ്മാ വന്നിരുന്നതാ. ചേട്ടൻ അവിടെ പോയിക്കുമായിരുന്നു? ജംഗ്ഷൻ വരെ പോയത്. ഞങ്ങള് വിചാരിച്ച ചേട്ടൻ അകത്തുണ്ടാവുന്നു. ഞാൻ ഇത്രയും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ജംഗ്ഷനിൽ പോയിട്ട് വന്നത്. ഇവനെന്താ ഇവിടെ? എനിക്കറിയില്ല. ഞാൻ അകത്തോട്ടോ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ നീ ഇപ്പൊ വരുന്നില്ലേ? അല്ല, ഞാൻ ഇപ്പൊ തന്നെ വരാൻ. ചേട്ടൻ പോയിക്കോ. നീ വാന്നാ? ചേട്ടൻ പോയിക്കോട്ടെ, ഞാൻ വരാം. വരാന്ന്. ആര് സൈക്കിളാരുടെ? ഇവന്റെ ആവുന്നുണ്ട്. ഇവന്റെ ആണ് തോന്നുന്നുണ്ടെന്നല്ലേ? എന്താടാ കിണിക്കണേ? രണ്ടും കൂടി ഇതാണ് പരിപാടി. പരീക്ഷയ്ക്ക് പഠിക്കേണ്ട സമയത്ത് സൈക്കിൾ ഓടിച്ചോണ്ട് നടക്കണം. ഭാഗത്തോട്ടോ? ഇല്ലേട്ടാ, ഞങ്ങള് കൊറേ ഇതിപ്പോ തുടങ്ങിയുള്ളൂ. 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ്? ഒന്ന് പോടെ. 5 മിനിറ്റ് കണ്ടേ ആയിട്ടുള്ളൂ. ഞങ്ങൾ 5 മിനിറ്റ് കൂടെ സൈക്കിൾ ഓട്ടിട്ട് പോയി പഠിക്കാം. പറ്റില്ല, അകത്തോ. അത് ശരിയാവത്തില്ല. പ്ലീസ് ഏട്ടാ, ഞങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കുന്നതാണ്. പ്ലീസ് ചവിട്ടിക്കുന്നു. 10 മിനിറ്റ്. അമ്മയടുത്ത് പറഞ്ഞു കൊടുക്കില്ലേ? ഇല്ല, അമ്മയടുത്തൊന്നും പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾ ലാവിഷായിട്ട് ചവിട്ടിക്കോ. 10 മിനിറ്റ് കഴിഞ്ഞ് വരും. ഓക്കെ കാണിച്ചു തരാം.
അയ്യടാ അവിടെ നിക്ക്. അമ്മ അമ്മ എന്താടാ? അമ്മേന്റെ 2 മക്കളവിടെ, 2 ബുദ്ധിജീവികള്. അവരുണ്ട് ഒരു മാവിന്റെ വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്. മാവിന്റെ മൂട്. 2 കൂടി സൈക്കിൾ ഓടിച്ചോണ്ട് നടക്കുവാ റോട്ടിൽ. വേണമെങ്കിൽ വന്ന് നോക്ക്. സൈക്കിളാ? ആ ആരുടെ സൈക്കിള്? മറ്റേ മുട്ടയില്ലേ വെട്ടിക്കിളി ചെറുക്കൻ, ആ. അവൻ ഇടയ്ക്ക് സൈക്കിൾ ഓടിച്ചാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ടല്ലോ, അവന്റെ സൈക്കിള്. ഓ അത് ശരി. ഇപ്പൊ നോക്കിക്കോ, 2 എണ്ണത്തിന്റെ ശരിയായിക്കോ. ഒരു വടി എടുത്തിട്ട് വന്നേ, കാണിച്ചു കൊടുക്കാം. ഞാൻ പറിച്ചുതരാം, പുറത്തുണ്ട്. അങ്ങനെ ബാലൻസ് ചെയ്തോടി. പഠിക്കണ നീ? വീട്ടിൽ കയറ്റില്ല 2 എണ്ണത്തിന് ഞാൻ ഓടിയാ. ഇവിടെ വാ, ഇവിടെ വാടാ. പാടിക്കോട്. ഇവിടെ വാടാ. മുട്ട ഓടിയിട്ടാമേ അമ്മ അവനോടി. ഞങ്ങളെല്ലാം പഠിച്ചമ്മ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് സൈക്കിൾ ഔട്ട് ചെയ്താ. അത് തന്നെ അമ്മ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചോദിച്ചു, ഞങ്ങൾ സിമ്പിൾ ആയിട്ട് പറയാം. കയറിപ്പോടാകത്ത്, പൊടിയകത്ത് സൈക്കിൾ എടുക്ക്. അകത്തോണ്ട് വെക്ക്, ആ ചെക്കന് കൊടുക്കണ്ട. പരീക്ഷ സമയത്ത് അവൻ സൈക്കിളും കൊണ്ട് വന്നേക്കണ ഇങ്ങോട്ട്. പോടാകത്ത്. പൊടി 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 പോ 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 പോ. അമ്മ, നല്ല രസം ചവിട്ടാൻ. കുറെ നാളായില്ലേ സൈക്കിളൊക്കെ ഓട്ടിട്ട്. എടാ സൈക്കിളോടെ വെക്ക് വിഷ്ണു. പിന്നെ ഇവരോടെ നിക്കോട്ടാ നീ സൈക്കിൾ ഓട്ടിട്ടുണ്ടെങ്കിലേ. അത് കുഴപ്പമില്ലാന്ന്. ഞാനേ 10 മിനിറ്റ് കഴിയുമ്പോ അവിടെ കൊണ്ടുവച്ചോളാം. അമ്മ നോക്കോ? നീ ഇവിടെ നിന്ന് ഇവര് നിക്കൂ ഇവിടെ. ഇതെങ്ങനെ തൂക്കി കൊണ്ടുവരാന്ന്. എന്തിനു ടെൻഷൻ അടിക്കണം? സൂപ്പർ ആയിട്ടുണ്ടല്ലോ. അതൊന്നും വേണ്ട. പോ വിഷ്ണു ഏട്ടാ, എന്നെ പഠിപ്പിക്കോ? അത് പോടിയൊന്നും. പ്ലീസ് ഒന്ന് പഠിപ്പിക്കേ. പഠിക്കേണ്ട കാര്യം കൂടെ ഉള്ളൂ. ഞാൻ മറ്റേ സൈക്കിളൊക്കെ ഒരുമാതിരി ചവിട്ടുമായിരുന്നല്ലോ. ആ ഒരുമാതിരി വെച്ചോണ്ട് ഈ സൈക്കിൾ ചവിട്ടണ്ട. വിഷ്ണു ഏട്ടാ ഒന്ന് പോടിയൊന്നും. പോ പറഞ്ഞാ പോവാൻ. ഞാനൊരു ചവിട്ടട്ടെ ചേട്ടാ. ചേട്ടാ കൊല്ലോ നീ. കൊല്ലും അവിടെ നിക്ക്. ലച്ചു, ഇനി ഇരിക്കണ നേരത്തിന് എന്തെങ്കിലും സഹായിച്ചോളൂ ലച്ചു നിനക്ക്? ഇല്ല, സഹായിക്കില്ല. ഞാൻ ഇറ്റ് പോയാ ഇവിടുന്ന്? ഇല്ല, പോവില്ല. ഈ പെണ്ണിന് എന്തോന്നത്? എന്തോ കിടന്ന് കറങ്ങ അതങ്ങനെ. ഞാനിവിടെ എന്ത് ചെയ്താലും കുറ്റം. ബാക്കിയുള്ള 2 എണ്ണം അവിടെ എക്സാം ആയിട്ട് സൈക്കിളും ചവിട്ടി എടുക്കുക. അതിന് നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അവരെ എന്തൊക്കെ കാണിച്ചാലും പഠിക്കും. പരീക്ഷയ്ക്ക് നല്ല മാർക്കും ഉണ്ട്. നീ കൂടുതൽ വർത്താനൊന്നും പറയല്ലേ. നീ SSLC പരീക്ഷയുടെ തലേ 2 ദിവസം മുന്നേ ഡാൻസ് കളിക്കാൻ പോയതല്ലേ? 4 ദിവസം മുമ്പ്. ആ 2ഉം 4ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കേശു, എന്തെടുക്കാ? കേശേ, എന്ത് എന്താ ഇതാർക്ക് ഈ വെള്ളം? ഇത് മുടിയൻ ചേട്ടന്. ചേട്ടൻ സൈക്കിളായിട്ട് ക്ഷീണിച്ചെന്ന്. ചേട്ടനോട് ഭയങ്കര അഭ്യാസമൊക്കെ കാണിക്കുന്നുണ്ട് ചേട്ടാ. അവന്റെ അഭ്യാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരാൻ പറ. അമ്മ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ സൈക്കിൾ ഒതുക്കി വെച്ചിട്ട് വരാം. ആ മുട്ടച്ചെറുക്കം പോയാ വന്നാ? പിന്നെ അമ്മയെ പഠിച്ച് പിന്നെ പോയി. ഇനിയിപ്പോ നോക്കിക്കോ, വീട്ടുകാരായിട്ട് വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് പറയും അമ്മയോടെ സൈക്കിളും മേടിച്ച് വെച്ച് കുറെ അടിയൊക്കെ കൊടുത്ത് വിട്ടെന്ന്. ഇത് ചേച്ചി ഒരു ദിവസം ട്യൂഷൻ എടുത്തപ്പോ ആ ചെറുക്കൻ സ്വന്തം അച്ഛനെ വിളിച്ചോണ്ട് വന്നില്ലേ? ആ അനുഭവ ചേച്ചി പറയുന്നത്. ഇതൊന്നും കാര്യമാക്കണം. ഞാൻ പോട്ടാ. എടാ ഞാനും വരട്ടെ. എന്താ? അല്ല, എന്നെയും കൂടെ സൈക്കിൾ ഓടിക്കാൻ റെഡിയാക്കൂ. അങ്ങോട്ട് വന്നാൽ ഞാൻ നിന്നെ റെഡിയാക്കും. കണ്ട, എന്നെ മാത്രം ഒന്നും അടുപ്പിക്കില്ല. നന്നായി. വീഴാതെ നിർത്തിക്കോ. മതിയായിട്ടാ. ആ മുട്ട എന്തിയെ? അവന്മാര് പേടിച്ചോടിയതല്ലേ. അല്ല ചേട്ടാ, നമുക്ക് ആ സൈഡിലിരിക്കുന്ന സൈക്കിളില്ലേ, അത് നന്നാക്കി എടുത്ത് സൺഡേ ഒക്കെ ഓടിച്ചാലോ? ഇന്ന് പോടിയെന്ന്. എന്റെ സ്വന്തം വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കാൻ പറ്റുള്ള. പിന്നെ ഇനി സൈഡിലിരിക്കണ വണ്ടി അതിപ്പോ തുരുമ്പടിച്ചിണ്ടാവും. അതുപോലെ ആക്രിക്കാർക്കും കൊടുക്കാം. ഡേഡി പോടി. എനിക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ട് കിട്ടിയ വണ്ടിയാ. അതങ്ങനെ ആക്രിക്കാർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. കൊടുക്കണം നല്ല റിച്ച് ടീമിന്റെ കയ്യിൽ. പിന്നെ റിച്ച് ടീമിന് കൊടുക്കാൻ പറ്റിയൊരു സാധനം. വിഷ്ണു ഏട്ടാ, എന്നെ കൂടെ ഒന്ന് ഓടിക്കാൻ ഇല്ല, പറ്റില്ല. സൈക്കിൾ പാർക്ക് ചെയ്തു. ഇന്നിപ്പോ സമയമില്ല, നാളെ ആവാം. എടാ, ഞാൻ ഇവിടെ തന്നെ ഓടിച്ചോളാം. പ്ലീസ് വിഷ്ണു, ഒരു 10 മിനിറ്റ്. ഇന്ന് വിടുവോന്ന് പഠിപ്പിക്കില്ലല്ലോ. ഇല്ല. നീ പോടെ മുടിപ്രാന്താ. നീ ഒരു ദിവസം എന്റെ അടുത്തോട്ട് വരും, നോക്കിക്കോ. ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ് നിൽക്കാണാ? അകത്തോട്ട് പോടാ. എന്റെ നല്ല വേർപ്പ്, ഒന്ന് ആറട്ടെ വേർപ്പ്. കുറച്ച് പേരെടുക്കും. കേറിപ്പോടാകത്ത്. അമ്മ ഒരു ഓടിക്കാൻ പഠിപ്പിക്കമ്മ ഒന്ന് പ്ലീസ്. പോവേണ്ടേ അവിടുന്ന്? അല്ലമ്മ, അമ്മ സൈക്കിൾ ഓടിക്കുവോ? സൈക്കിള് ഓടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇത് ചെറിയ സൈക്കിളല്ലേ. അല്ല, അത് കുഴപ്പമില്ല. അമ്മ ഒന്ന് ഓടിച്ചേ. പിന്നെ ഞാനൊന്നുമില്ല. എന്നെ ഒന്നാമത്തെ എന്റെ കാലിന് ഭയങ്കര വേദനയാണ്. ഓടിക്കമ്മേ. ഓടി വാ.
വേണ്ട ഞാനില്ല എന്റെ കാല് വേദനയാണെന്ന് ആന്നും കുഴപ്പമില്ല. ബാ. വേണ്ട വിട് വിട് ആണ്. വേണ്ട ശരിയാവൂല ഇപ്പൊ ഓടിച്ച അമ്മേനെ പഠിപ്പിക്കാൻ എത്ര ആൾക്കാർ ഇവിടെ. അമ്മയ്ക്ക് എന്താ പ്രശ്നം എന്താ ഞാൻ ഞാനില്ലടാ എന്റെ കാല് വേദനയെന്ന് പറഞ്ഞില്ലേ അതന്നെ ചെറിയ സൈക്കിളായിരിക്കും സപ്പോർട്ട് വേണം. സപ്പോർട്ട് അല്ലേ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അമ്മ വാ ധൈര്യമായിട്ട് വാന്ന്. വേണ്ട ഞാനില്ല. എന്റെ പൊന്നു വിഷുവിട്ട് അമ്മയ്ക്ക് വയസ്സായി, നിർബന്ധിക്കുന്ന എന്തിനാ? 6 വയസ്സായി എടുക്കണ വണ്ടി ആ അത് തന്നെ ആർക്കടി വയസ്സായത്. സൈക്കിള് കേറ് അമ്മ കയറുമ്പ ഇപ്പൊ എങ്ങോട്ട് ചവിട്ടുക? അങ്ങോട്ട് ബാക്കി കയറിക്കോ. കേറിക്കോ. ഇരുന്നോ. വയസ്സായി പോലും പിടിക്കടാ. ആ വേണ്ട. പോട്ടെ പോട്ടെ. നാണം കെടുത്ത നാണം കെടുത്ത് ചവിട്ട് നോക്കടി. ചവിട്ട്. ആ പറഞ്ഞ ആ അത് തന്നെ. ആ പോമ്മേ. ആ പോട്ടെ. വിട്ടോ 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 ആ കണ്ടോടി. അയ്യേ ലെറ്റ് അതെയോ സൂപ്പർ. അതെയോ ഇനി വീലിപ്പിക്കാൻ പറ്റുമോ നോക്കിയേ. ലച്ചു ചവിട്ടണോ പഠിക്കണോ? ഏ മതിയോ? വയസ്സായി അതുകൊണ്ട് സൈക്കിൾ വിടാൻ പറ്റിയില്ല. മതി കേട്ടോ. ഇനി അവിടെ വെച്ചോ. ഇനിയിപ്പോ ആരും ഓടിക്കണല്ലോ. അതെ വാ വാ പിള്ളേരകത്തോ. ബാ മാമേ. Jack and Jill went up the hill to fetch a pail of water. Jack fell down and broke his crown and Jill came tumbling. അപ്പൊ എന്നെ സൈക്കിള് ചവിട്ടാൻ ആരും സഹായിക്കില്ലല്ലോ ഒരു 10 മിനിറ്റ് പോലും? ഇല്ല, ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആയിക്കോട്ടെ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, എന്താടി അപ്പൊ എന്നെ സഹായിക്കില്ലല്ലോ സൈക്കിൾ ഓടാനായിട്ട്? ഞാൻ ഇതിന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് വയ്യാന്ന്. അമ്മേ അല്ലെങ്കിൽ വേണ്ട, അമ്മേനെ കൊണ്ട് പറ്റുമൊന്നുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേന്ന് ഞാൻ തീരുമാനിച്ചോളാം. എനിക്കറിയാം സൈക്കിൾ ഓട്ടി ഒറ്റയ്ക്ക് പോകാനായിട്ട്. കേട്ടോ ലച്ചു വേണ്ട ഞാൻ പോവും. ഡേ ശിവ പോയി നോക്കിയേ. വേടാ. ലച്ചു സൈക്കിളോടെ വെക്ക്. എന്തിനാ എടുക്കണ സൈക്കിൾ ഇപ്പൊ? സൈക്കിൾ ശരിക്കും എന്തിനാ എടുക്കാറ്? പറഞ്ഞനുസരിക്കൂല. ഡാ ചെല്ലങ്ങോട്ട്. വാടി. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? കേറി പോയേ. സൂക്ഷിക്കണം, അവിടെ കല്ലൊക്കെ എടുത്ത് പാറമ്പടിയിൽ നിന്ന് ലോറി വരും. അതെ എനിക്കറിയാം, പറഞ്ഞു പേടിപ്പിക്കണ്ട. വേണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. തൊട്ട് പോയരുത്. എനിക്കറിയാം എന്താ ചെയ്യണ്ടേന്ന് വെച്ചാ. അത് ചേച്ചിക്ക് സൈക്കിളിൽ അറിയില്ലല്ലോ. വടി. ഓ പൊക്കിക്കൊണ്ട് പോണു സൈക്കിൾ. പോട്ടെ പോട്ടെ. ആ പോട്ടെ. വീണ് 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 അയ്യോ അമ്മ, ചേട്ടാ ഓടുക. വീണ കണ്ട. ഒന്ന് എടുക്ക്. അല്ല ചേച്ചിയല്ലേ പറഞ്ഞ തൊട്ട് പോരുതെന്ന്. ശവത്തെ കുത്താതടി. അമ്മ ചേച്ചിനെ നീക്കി കിടത്തിട്ട് സൈക്കിളിന്റെ ബെല്ലോ ബ്രേക്കോ എന്തെങ്കിലും പോയിണ്ടോ നോക്ക്. നമ്മുടെ തല്ലി കൊല്ലമ്മ. പറഞ്ഞ കാല് കാണാനുണ്ട്. പറ്റിയ പൊക്കടാ. പിടി. അമ്മ വണ്ടിയുടെ എന്തെങ്കിലും കേറിട്ട് ഈ വഴക്കുണ്ടാക്കാൻ നടക്കണ്ട. അതങ്ങ് നന്നാക്കി കൊടുത്തേക്ക്. എന്റെ കാര്യം പറഞ്ഞു കൊടുത്തു നടക്കട്ടെ. എന്താ കാണിക്കണേ? പയ്യ പയ്യ വല്ല കാര്യമുണ്ടോ? പറഞ്ഞ അനുസരിക്കണോടി. വിടല്ലേ. വെയിറ്റ് കൊണ്ട് കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട്.